നമസ്കാരം. KCN വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. പടന്നക്കാട്ടെ ബാലികാ പീഡന കേസ്. കമ്മൽ വിൽപ്പന നടത്തിയ ജ്വല്ലറിയിൽ പ്രതി സലീമിനെ എത്തിച്ച് തെളിവെടുപ്പ് നടത്തി. ജ്വല്ലറി ഉടമ പ്രതിയെ തിരിച്ചറിഞ്ഞു. ജില്ലയിലെ വിവിധ ഉപജില്ലകളിൽ സ്കൂൾ സുരക്ഷാ പരിശോധനകൾ അവസാന ഘട്ടത്തിൽ. നേതൃത്വം വഹിക്കുന്നത് വിവിധ വകുപ്പുകളിലെ ഉദ്യോഗസ്ഥർ ഉൾപ്പെടുന്ന ടീം. കാസർഗോഡ് ഉജാറിൽ സെപ്റ്റിക് ടാങ്കിൽ കാട്ടുപന്നി വീണു. രക്ഷിച്ചത് മണിക്കൂറുകൾ നീണ്ട രക്ഷാപ്രവർത്തനത്തിനൊടുവിൽ. കുമ്പളങ്ങ കൃഷിയിൽ വൻ വിജയവുമായി ആദൂരിലെ കർഷകൻ രഘുറാം റായ്. 6 ടൺ കുമ്പളമാണ് ഇത്തവണ വിളവെടുത്തത്. യുവതിയെ മംഗളൂരുവിലെ ഹോട്ടലിൽ വെച്ച് പലതവണ പീഡനത്തിനിരയാക്കിയതായി പരാതി. കാഞ്ഞങ്ങാട്ടെ ജിം പരിശീലകൻ അറസ്റ്റിൽ. ദളിത് കോൺഗ്രസ് ജില്ലാ കമ്മിറ്റി DDE ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി. DCC പ്രസിഡന്റ് PK ഫൈസൽ ഉദ്ഘാടനം ചെയ്തു. വാർത്തകൾ വിശദമായി. കാസർഗോഡ് പടന്നക്കാട്ടെ ബാലികാ പീഡന കേസ്. കമ്മൽ വിൽപ്പന നടത്തിയ കൂത്തുപറമ്പിലെ ജ്വല്ലറിയിൽ പ്രതി കുടക് സ്വദേശി സലീമിനെ എത്തിച്ച് തെളിവെടുപ്പ് നടത്തി. ജ്വല്ലറി ഉടമ പ്രതിയെ തിരിച്ചറിഞ്ഞു. കമ്മലും ജ്വല്ലറിയിൽ നിന്ന് കണ്ടെടുത്തു. കാസർഗോഡ് പടന്നക്കാട് വീട്ടിൽ ഉറങ്ങിക്കിടക്കുകയായിരുന്ന ബാലികയെ തട്ടിക്കൊണ്ടുപോയി ശാരീരികമായി ഉപദ്രവിക്കുകയും സ്വർണ്ണക്കമ്മൽ കവർന്ന് ഉപേക്ഷിക്കുകയും ചെയ്ത സംഭവത്തിൽ അറസ്റ്റിലായ പ്രതി കുടക് സ്വദേശി സലീമിനെ കൂത്തുപറമ്പിലെ ജ്വല്ലറിയിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തി. സംഭവത്തിന് ശേഷം സലീം ഒളിവിൽ പോയത് കൂത്തുപറമ്പിലെ സഹോദരിയുടെ വീട്ടിലേക്കായിരുന്നു. തുടർന്ന് കുട്ടിയുടെ കാതിൽ നിന്ന് അഴിച്ചെടുത്ത സ്വർണ്ണക്കമ്മൽ 6500 രൂപയ്ക്ക് കൂത്തുപറമ്പിലെ ഈ ജ്വല്ലറിയിൽ വിൽപ്പന നടത്തുകയായിരുന്നു. തെളിവെടുപ്പിനായി എത്തിച്ച പ്രതി സലീമിനെ ജ്വല്ലറി ഉടമ തിരിച്ചറിഞ്ഞു. കുട്ടിയുടെ കമ്മലും ജ്വല്ലറിയിൽ നിന്നും അന്വേഷണ സംഘം കണ്ടെടുത്തു. റിമാൻഡിലായിരുന്ന പ്രതി സലീമിനെ ബുധനാഴ്ചയായിരുന്നു കാസർഗോഡ് അഡീഷണൽ ആൻഡ് ജില്ലാ സെഷൻസ് കോടതി അഡീഷണൽ ജഡ്ജി A. മനോജ് പോലീസ് കസ്റ്റഡിയിൽ വിട്ടത്. ശാസ്ത്രീയ തെളിവുകൾ ശേഖരിക്കുന്നതിനായാണ് പ്രതിയെ അന്വേഷണ സംഘം കസ്റ്റഡിയിൽ വാങ്ങിയത്. ഇയാളുടെ മുടിയുടെയും രക്തത്തിന്റെയും സാമ്പിളുകൾ ശേഖരിച്ച് DNA പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട്. കണ്ണൂർ ഫോറൻസിക് ലാബിലേക്കാണ് അയച്ചു കൊടുത്തത്. പ്രതിയുടെ വിശദമായ മൊഴിയും അന്വേഷണ സംഘം രേഖപ്പെടുത്തിയിട്ടുണ്ട്. പെൺകുട്ടിയുടെ കമ്മൽ വിറ്റ് കിട്ടിയ പണം കൊണ്ട് പ്രതി സലീം മൈസൂരുവിലേക്കും തുടർന്ന് ബംഗളൂരു, മുംബൈ, ആന്ധ്ര എന്നിവിടങ്ങളിലേക്കുമാണ് കടന്നത്. ആന്ധ്രയിലെ അഡോണി റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണ് ഇയാളെ അന്വേഷണ സംഘം കസ്റ്റഡിയിലെടുത്തത്. പ്രതിയെ രക്ഷപ്പെടാൻ സഹായിച്ച കുറ്റത്തിന് സഹോദരിയെയും കേസിൽ പ്രതി ചേർക്കാനാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. ഈ മാസം 15-നായിരുന്നു കേസിനാസ്പദമായ സംഭവം. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. വേനൽ അവധി കഴിഞ്ഞ് സ്കൂളുകൾ തുറക്കാനുള്ള ഒരുക്കങ്ങൾക്കിടയിൽ കാസർഗോഡ് ജില്ലയിലെ വിവിധ ഉപജില്ലകളിൽ സ്കൂൾ സുരക്ഷാ പരിശോധനകൾ അവസാന ഘട്ടത്തിൽ. അധ്യാപകർ, ആരോഗ്യം, എക്സൈസ്, പോലീസ്, വൈദ്യുതി, അഗ്നിരക്ഷാ വിഭാഗം ഉദ്യോഗസ്ഥർ ഉൾപ്പെടുന്ന ടീമാണ് പരിശോധനയ്ക്ക് നേതൃത്വം വഹിക്കുന്നത്. സ്കൂൾ കെട്ടിടങ്ങളുടെ സുരക്ഷ, വളപ്പിലുള്ള മരങ്ങൾ കുട്ടികൾക്ക് ഭീഷണിയല്ലെന്ന് ഉറപ്പുവരുത്തൽ, ചുറ്റുമതിലുകൾ അപകട ഭീതിയില്ല എന്ന് ഉറപ്പിക്കൽ, വെള്ളക്കെട്ട് ഭീഷണി, റോഡ്, റെയിൽ, യാത്രാ സൗകര്യം, ആരോഗ്യം, ശുചിത്വം തുടങ്ങിയ കാര്യങ്ങളാണ് ടീം പരിശോധിച്ച് സുരക്ഷാ വീഴ്ചകൾ റിപ്പോർട്ട് ചെയ്യുക. മെയ് 31-ന് പരിശോധന പൂർത്തിയാക്കുകയാണ് ലക്ഷ്യം. കാസർഗോഡ് ജില്ലാ പഞ്ചായത്തിന് കീഴിലുള്ള 84 സ്കൂളുകളിലും പരിശോധന പൂർത്തിയാക്കാനാണ് തീരുമാനം. ദേശീയപാത നിർമ്മാണം നടക്കുന്നത് മൂലം പിലിക്കോട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ കിഴക്ക് ഭാഗത്തുള്ള കെട്ടിടം സുരക്ഷാ ഭീഷണി നേരിടുന്നുണ്ട്. തൊട്ടടുത്ത BRC കെട്ടിടത്തിന് മുകളിലൂടെയുള്ള വൈദ്യുത ലൈനിനടുത്തുള്ള മരക്കൊമ്പുകളും അപകട ഭീതി ഉണ്ടാക്കുന്നുണ്ട്. തൃക്കരിപ്പൂർ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിന്റെ ചുറ്റുമതിലിനോട് ചേർന്നുള്ള മരം സുരക്ഷാ ഭീഷണി ഉണ്ടാക്കുന്നതും സ്കൂളിന് വടക്ക് ഭാഗത്തെ പ്രധാന പാതയോട് ചേർന്നുള്ള പഴയ VHC കെട്ടിടത്തിന് മുകളിൽ മഴമരം ഭീഷണിയായിട്ടുള്ളതും ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. ജില്ലയിലെ തെക്കൻ മേഖലയിലുള്ള സ്കൂളുകളിലെ സുരക്ഷാ പരിശോധനയ്ക്ക് P. അനിൽകുമാർ, K. ഫസീല, KN മാധുരി, T. കണ്ണൻകുഞ്ഞി, PV സജീവൻ എന്നീ ഉദ്യോഗസ്ഥർക്കൊപ്പം ജില്ലാ പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ M. മനുവും ടീമിലുണ്ടായിരുന്നു. ജൂൺ 30-നകം ജില്ലയിലെ മുഴുവൻ സർക്കാർ, എയ്ഡഡ്, അൺഎയ്ഡഡ് മറ്റു സ്കൂളുകളിലും പരിശോധന നടത്തും. ഉർമിസ്, തൃക്കരിപ്പൂർ. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. കാസർഗോഡ് ഉജാറിൽ സെപ്റ്റിക് ടാങ്കിൽ കാട്ടുപന്നി വീണു. സാമൂഹ്യ പ്രവർത്തകനായ ഇബ്രാഹിം കൊടിയമ്മ നിർമ്മിക്കുന്ന വീടിന് സമീപത്തെ സെപ്റ്റിക് ടാങ്കിലാണ് കാട്ടുപന്നി വീണത്. സാമൂഹ്യ പ്രവർത്തകനായ ഇബ്രാഹിം കൊടിയമ്മ ഉജാറിൽ നിർമ്മിക്കുന്ന വീടിന് സമീപത്തെ കക്കൂസ് ടാങ്കിൽ പുലർച്ചെയാണ് കാട്ടുപന്നി വീണത്. ശബ്ദം കേട്ട് നോക്കിയപ്പോഴാണ് ഒരടിയോളം വെള്ളം നിറഞ്ഞു നിൽക്കുന്ന കുഴിയിൽ പന്നിയെ കണ്ടതെന്ന് ഇബ്രാഹിം പറഞ്ഞു. തുടർന്ന് ഫയർഫോഴ്സിനെ വിളിച്ച് വിവരമറിയിച്ചു. വനം വകുപ്പ് അധികൃതരെ വിളിക്കാനായിരുന്നു ഫയർഫോഴ്സ് നിർദ്ദേശം.
തുടർന്ന് വനം വകുപ്പ് അധികൃതരെ വിളിച്ചുവെങ്കിലും ആരും ഫോണെടുത്തില്ലെന്ന് ഇബ്രാഹിം പറഞ്ഞു. ഒടുവിൽ ജില്ലാ കളക്ടറെ വിളിച്ച് വിവരം അറിയിക്കേണ്ടി വന്നു. തുടർന്ന് ഭോവിക്കാനത്ത് നിന്നും വനം വകുപ്പ് അധികൃതർ സ്ഥലത്തെത്തുകയും 10:30 പന്നിയെ രക്ഷിച്ച് കൂട്ടിലാക്കുകയും ചെയ്തു. പന്നിയെ സുരക്ഷിതമായി കാട്ടിൽ കൊണ്ടുപോയി വിടുമെന്ന് വനം വകുപ്പ് അധികൃതർ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കുമ്പളങ്ങ കൃഷിയിൽ വൻ വിജയവുമായി കാസർഗോഡ് ആദൂരിലെ കർഷകൻ രഘുറാം റായ്. 1 ഏക്കർ സ്ഥലത്തെ കൃഷിയിൽ നിന്ന് 6 ടൺ കുമ്പളമാണ് ഇത്തവണ വിളവെടുത്തത്. കഴിഞ്ഞ 10 വർഷക്കാലമായി കാർഷിക രംഗത്ത് സജീവമാണ് കാറടുക്ക ആദൂരിലെ രഘുറാം റായ്. ഏപ്രിൽ മാസത്തോടെ തുടങ്ങിയ വിളവെടുപ്പിൽ ഇത്തവണ ലഭിച്ചത് 6 ടൺ നാടമിനം കുമ്പളം. കഴിഞ്ഞ വർഷം ഡിസംബർ മാസത്തിൽ തുടങ്ങിയ കൃഷിയിലാണ് വിളവെടുപ്പ് നടന്നത്. ആവശ്യക്കാർക്ക് കിലോവിന് 25 രൂപ നിരക്കിലാണ് കുമ്പളങ്ങ നൽകുന്നത്. വിളവെടുപ്പ് നടത്തിയ കുമ്പളം വീട്ടുപരിസരത്തായി കൂട്ടിവച്ചിരിക്കുകയാണ്. വ്യാപാരികളടക്കം വീട്ടിലെത്തിയാണ് കുമ്പളം കൊണ്ടുപോകുന്നത്. കടലപ്പിണ്ണാക്ക്, ചാണകം, കോഴിവളം എന്നിവയാണ് വളമായി പ്രയോഗിക്കുന്നത്. ജൈവ രീതിയിലുള്ള കൃഷിയായതിനാൽ നാട്ടിൽ തന്നെ ആവശ്യക്കാർ ഏറെയാണ്. ഈ പറമ്പിൽ ഞാൻ കൃഷി എടുക്കുന്നത് അധികമായി കുമ്പളങ്ങയാണ് എൻ്റെ ഏറ്റവും വലിയ കൃഷി. പിന്നെ വെള്ളരി, പിന്നെ വെള്ളച്ചെരങ്ങ, പിന്നെ ചെരങ്ങ. ഈ 4 കൃഷിയാണ് എൻ്റെ മെയിൻ കൃഷികൾ. ഇപ്പോൾ എനിക്കൊരു 35-40 കിണ്ടൽ ഞാൻ വെള്ളരി എടുത്തിട്ടുണ്ടാവും. അതിൻ്റെ കുമ്പളങ്ങ അതിൻ്റെ ശേഷം അതിൻ്റെ ആ വെള്ളരി പറിച്ച ശേഷമാണ് കുമ്പളങ്ങ ഇട്ടത്. കുമ്പളങ്ങ ഇട്ടിട്ട് ഒരു 60 കിണ്ടൽ, ഒരു 6 ടണ്ണ് എനിക്ക് കുമ്പളങ്ങ കിട്ടി. പക്ഷേ സെയിലായിട്ടില്ല, കുറച്ച് ബാക്കിയുണ്ട്. ഏത് പിന്നെ ഞാൻ മെയിൻ കൃഷിയായിട്ട് ഇതിന് ഫെർട്ടിലൈസറൊന്നും ഇടില്ല. ഞാൻ കടലപ്പിണ്ണാക്ക്, ചാണകം, പിന്നെ കാലിവളം, ആട്ടുപിട്ട, പിന്നെ കോഴിവളം, ഇങ്ങനത്തെ എല്ലാ സാധനമാണ് ഞാൻ ഉപയോഗിക്കുന്നത്. കിലോന് ഞാനിപ്പോൾ ഇവിടുന്ന് നമ്മളെ ഈ പറമ്പിൽ നിന്ന് കൊടുക്കുന്ന 25 രൂപ കിലോ വെച്ചിട്ടാണ് ഞാൻ കൊടുക്കൽ. ചുട്ട മണ്ണും വെണ്ണീറും മിശ്രിതമാക്കിയ ചാലിലേക്കാണ് കുമ്പളം കൃഷിക്കായി വിത്തിറക്കിയത്. രാസവളങ്ങൾ ഉപയോഗിക്കാത്തതിനാൽ വിളവെടുത്ത കുമ്പളം 1 വർഷക്കാലം സൂക്ഷിച്ചാലും കേടുപാടുകൾ ഉണ്ടാകില്ല. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കാസർഗോഡ് സ്വദേശിനിയായ യുവതിയെ മംഗളൂരുവിലെ ഹോട്ടലിൽ വച്ച് പലതവണ പീഡനത്തിനിരയാക്കിയെന്ന പരാതിയിൽ കാഞ്ഞങ്ങാട്ടെ ജിം പരിശീലകൻ അറസ്റ്റിൽ. പുല്ലൂർ കൊടവലം സ്വദേശി കെ സുജിത്തിനെയാണ് മംഗളൂരു ഈസ്റ്റ് പോലീസ് അറസ്റ്റ് ചെയ്തത്. മംഗളൂരുവിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് ചികിത്സയ്ക്കായി എത്തിയ യുവതിക്കൊപ്പം കൂട്ടുവന്ന സുജിത്ത് ആശുപത്രിയിൽ വെച്ച് യുവതിയുടെ നഗ്ന ചിത്രങ്ങൾ മൊബൈൽ ഫോണിൽ പകർത്തുകയും പിന്നീട് ഇത് കാണിച്ച് ഭീഷണിപ്പെടുത്തി മംഗളൂരുവിലെ ഹോട്ടലിലേക്ക് വിളിച്ചു കൊണ്ടുപോയി പീഡിപ്പിച്ചു എന്നുമാണ് കേസ്. പീഡനത്തിനിരയായ യുവതി വിഷം കഴിച്ച് ആത്മഹത്യക്ക് ശ്രമിച്ചതോടെയാണ് സംഭവം പുറത്തറിഞ്ഞത്. മംഗളൂരു കോടതിയിൽ ഹാജരാക്കിയ സുജിത്തിനെ 2 ആഴ്ചത്തേക്ക് റിമാൻഡ് ചെയ്തു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ദളിത് കോൺഗ്രസ് കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ DDE ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി. DCC പ്രസിഡന്റ് PK ഫൈസൽ ഉദ്ഘാടനം ചെയ്തു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ദളിത് കോൺഗ്രസ് കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ DDE ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി. BC റോഡ് പരിസരത്ത് നിന്നായിരുന്നു മാർച്ച് ആരംഭിച്ചത്. മാർച്ചിൽ നിരവധി പ്രവർത്തകർ അണിനിരന്നു. തുടർന്ന് DDE ഓഫീസിന് മുന്നിൽ ധർണാ സമരം നടന്നു. DCC പ്രസിഡന്റ് PK ഫൈസൽ ഉദ്ഘാടനം ചെയ്തു. താൽക്കാലിക ജോലികളിലെല്ലാം CPM-ന്റെയും DYFI-ക്കാരെയും കുത്തി നിരക്കുകയാണ്. SC വിഭാഗത്തിൽപ്പെട്ട പാവപ്പെട്ട ദളിത് വിഭാഗത്തിൽപ്പെട്ട ഉന്നത വിദ്യാഭ്യാസം കരസ്ഥമാക്കിയ എത്രയോ ഉദ്യോഗാർത്ഥികളുണ്ട്. ആ ഉദ്യോഗാർത്ഥികളെയൊന്നും ആ നിയമനം കൊടുക്കുന്നില്ല. എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് ഇന്നിപ്പോൾ എക്സ്ചേഞ്ച് മുഖാന്തരവും ഇന്ന് ഒരു ഉദ്യോഗാർത്ഥിക്കും നോട്ടീസ് അയക്കുന്നില്ല. എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിനെ വരെ നോക്കുകുത്തിയാക്കിയിരിക്കുകയാണ് ഈ ഗവൺമെന്റ്. ദളിത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് P രാമചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ ജനറൽ സെക്രട്ടറി കൊട്ടറ സുധാകരൻ സ്വാഗതം പറഞ്ഞു. DCC ജനറൽ സെക്രട്ടറി MC പ്രഭാകരൻ, ദളിത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി ദിലീപ് കുമാർ, KP മോഹനൻ, മഹിളാ കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി സിന്ധു, ദളിത് കോൺഗ്രസ് ജില്ലാ വൈസ് പ്രസിഡന്റ് കുസുമ ചേനക്കോട്, കുഞ്ഞികൃഷ്ണൻ എള്ളത്ത് എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. മഞ്ചേശ്വരം ഗ്രാമപഞ്ചായത്തിന്റെ പരിധിയിലുള്ള വിവിധ വാർഡുകളിൽ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തി. മഴക്കാലജന്യ രോഗങ്ങളെ പ്രതിരോധിക്കുന്നതിനായാണ് ശുചീകരണം നടത്തിയത്. മഴക്കാലജന്യ രോഗങ്ങളെ പ്രതിരോധിക്കുന്നതിനായാണ് ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചത്.
റോഡിന്റെ വശങ്ങളിലെയും ഓടകളിലെയും മാലിന്യങ്ങൾ നീക്കം ചെയ്തു. മഴക്കാലത്തുണ്ടാകുന്ന പകർച്ചവ്യാധികൾ, അന്തരീക്ഷ മലിനീകരണം തുടങ്ങിയവ ഒഴിവാക്കാൻ എല്ലാ വാർഡുകളിലും വ്യാപകമായ ശുചീകരണം നടത്തിവരികയാണ്. മഞ്ചേശ്വരം ഗ്രാമപഞ്ചായത്തിന്റെ 7-ാം വാർഡിൽ റുബീനയുടെ നേതൃത്വത്തിലായിരുന്നു ശുചീകരണം നടന്നത്. പഞ്ചായത്തിൽ നിന്ന് ലഭിച്ച ഫണ്ട് ഉപയോഗിച്ചാണ് വാർഡ് മെമ്പർമാർ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തിയത്. അബ്ദുൽ റഹ്മാൻ ഉദ്യാവർ, ന്യൂസ് ബ്യൂറോ, മഞ്ചേശ്വരം. ഇന്ത്യയിലെ ആദ്യത്തെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സിനിമ മോണിക്ക ഒരു AI സ്റ്റോറി ജൂൺ 21-ന് കേരളത്തിലെ തിയേറ്ററുകളിൽ പ്രദർശനത്തിനെത്തും. നേരത്തെ മെയ് 31-നായിരുന്നു റിലീസ് തീരുമാനിച്ചത്. എന്നാൽ ചില സാങ്കേതിക കാരണങ്ങളാൽ ചിത്രം ജൂൺ 21-ലേക്ക് മാറ്റുന്നതെന്ന് അണിയറ പ്രവർത്തകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. പ്രശസ്ത ഇൻഫ്ലുവൻസറും ബിഗ് ബോസ് മുൻ മത്സരാർത്ഥിയുമായ അപർണ മൾബറിയെ കേന്ദ്ര കഥാപാത്രമാക്കി സാംസ് പ്രൊഡക്ഷന്റെ ബാനറിൽ എഴുത്തുകാരനും പ്രവാസിയുമായ മൻസൂർ പള്ളൂർ നിർമ്മിച്ച് മാധ്യമപ്രവർത്തകനും എഴുത്തുകാരനുമായ EM അഷ്റഫ് സംവിധാനം ചെയ്യുന്ന ചിത്രമാണ് മോണിക്ക ഒരു AI സ്റ്റോറി. AI സാങ്കേതികവിദ്യയെയും കഥാപാത്രത്തെയും ഒരു കഥയിലൂടെ സമന്വയിപ്പിക്കുന്ന ഇന്ത്യയിലെ തന്നെ ആദ്യ സിനിമയാണ് മോണിക്ക ഒരു AI സ്റ്റോറി എന്ന് അണിയറക്കാർ പറയുന്നു. ചിത്രം ജൂൺ 21-ന് തിയേറ്ററുകളിൽ എത്തും. ഇതൊരു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെ പരിചയപ്പെടുത്തുന്ന ഒരു സിനിമയാണ്. അപ്പോൾ പുതിയ കാലഘട്ടത്തിലൊരു നൂതന പ്രവണത, അത് എങ്ങനെയാണ് മനുഷ്യനെ സ്വാധീനിക്കുക, പ്രത്യേകിച്ചൊരു കൊച്ചുകുട്ടിയെ സ്വാധീനിച്ചിട്ട് അവൻ്റെ ചിന്താഗതിയെ തന്നെ മാറ്റി അവരുമായിട്ട് സൗഹൃദത്തിലാവുന്ന ഇന്ത്യയിലെ ആദ്യത്തെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ബേസ് ചെയ്ത സിനിമയാണ്. AI സിനിമ മലയാളത്തിൽ വന്നിട്ടില്ല. ഇന്ത്യയിൽ തന്നെ ഇങ്ങനെയൊരു കൺസെപ്റ്റോടുകൂടി വന്നിട്ടില്ല. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. അത് മെയ് 31-ന് ആയിരുന്നു റിലീസ് തീരുമാനിച്ചത്. പക്ഷേ ഇപ്പോൾ സ്കൂൾ തുറക്കുന്നു, പിന്നെ പാർലമെൻറ്റ് ഇലക്ഷൻ, അതുപോലെ റിസൾട്ട് വരുന്നു, അങ്ങനെയൊക്കെ അതുകൊണ്ട് നമ്മൾ ജൂൺ 21-ലേക്ക് മാറ്റിയിരിക്കുകയാണ്. മജീഷ്യൻ ഗോപിനാഥ് മുതുകാട്, ബാലതാരം ശ്രീപദ് തുടങ്ങിയവരും ചിത്രത്തിൽ പ്രധാന കഥാപാത്രങ്ങളാവുന്നു. നിർമ്മാതാവ് മൻസൂർ പള്ളൂരും സംവിധായകൻ EM അഷ്റഫും ചേർന്നാണ് സിനിമയുടെ തിരക്കഥ തയ്യാറാക്കിയിരിക്കുന്നത്. സിനി അബ്രഹാം, മണികണ്ഠൻ, കണ്ണൂർ ശ്രീലത, അജയൻ കല്ലായി, അനിൽ ബേബി, ആൽബർട്ട് അലക്സ്, ശുഭ കാഞ്ഞങ്ങാട്, PK അബ്ദുള്ള, പ്രസന്നൻ പിള്ള, വിശ്വനാഥ്, ആനന്ദ് ജ്യോതി, ഷിജിത് മണവാളൻ, ഹരി കാഞ്ഞങ്ങാട്, വിഞ്ചു വിശ്വനാഥ്, പ്രീതി കീക്കാൻ, ആൻമിര ദേവ്, ഹാത്തിം, അലൻ തുടങ്ങിയവരും ചിത്രത്തിൽ അഭിനയിക്കുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. തൃക്കരിപ്പൂർ പടന്ന തെക്കേക്കാട്ടിൽ വീട്ടമ്മയുടെ സ്കൂട്ടർ തീയിട്ട് നശിപ്പിച്ച സംഭവത്തിൽ അറസ്റ്റ് ചെയ്ത CPM പ്രവർത്തകർക്കെതിരെ പോലീസ് ജാമ്യമില്ലാ വകുപ്പുകൾ ചേർത്തത് വ്യാജ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണെന്ന് ആരോപിച്ച് CPM നേതൃത്വത്തിൽ ചന്തേര പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തി. സ്റ്റേഷൻ കവാടത്തിൽ CPM ചെറുവത്തൂർ ഏരിയ സെക്രട്ടറി K സുധാകരൻ മാർച്ച് ഉദ്ഘാടനം ചെയ്തു. ഈ മാസം 7-നാണ് പടന്ന തെക്കേക്കാട് ബണ്ടിനടുത്തുള്ള K പ്രീജയുടെ വീട്ടുമുറ്റത്ത് നിർത്തിയിട്ട സ്കൂട്ടർ പെട്രോൾ ഒഴിച്ച് കത്തിച്ചത്. പുലർച്ചെ തീ പടരുന്നത് കണ്ട് വീടിന് പുറത്തേക്ക് വന്ന പ്രീജയും ഭർത്താവ് കാട്ടിപ്പൊയിൽ ഗവൺമെന്റ് ആയുർവേദ ഡിസ്പെൻസറിയിലെ ഫാർമസിസ്റ്റുമായ PP രവിയും കുടുംബാംഗങ്ങളും പൈപ്പിൽ വെള്ളമൊഴിച്ച് തീയണക്കാൻ ശ്രമിച്ചെങ്കിലും സ്കൂട്ടറിന്റെ അടിഭാഗവും സീറ്റും ഉൾപ്പെടെയും കത്തി നശിച്ചിരുന്നു. 3-ാം തവണ സ്കൂട്ടറിന് നേരെയുണ്ടായ അക്രമം കാട്ടി മുഖ്യമന്ത്രിക്കും ADGPക്കും ജില്ലാ പോലീസ് മേധാവിക്കും പ്രീജ പരാതി നൽകിയിരുന്നു. ഇതിനെ തുടർന്ന് ചന്തേര പോലീസ് പ്രദേശത്തെ നിരീക്ഷണ ക്യാമറകളും മറ്റ് തെളിവുകളും പരിശോധിച്ച് നടത്തിയ അന്വേഷണത്തിനൊടുവിലാണ് സംഭവവുമായി ബന്ധപ്പെട്ട് PV ഹരീഷ്, PV ശ്രീജേഷ്, CV സഞ്ജയ് എന്നിവരെ പോലീസ് അറസ്റ്റ് ചെയ്തത്. കോടതിയിൽ ഹാജരാക്കിയ 3 പേരെയും ഈ മാസം 20-ന് റിമാൻഡ് ചെയ്തിരുന്നു. വീട്ടമ്മയുടെ സ്കൂട്ടർ തീയിട്ട സംഭവത്തിൽ വ്യാജ തെളിവുകൾ സൃഷ്ടിച്ചാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തതെന്നും ജാമ്യമില്ലാ വകുപ്പുകൾ ചേർത്തതെന്നും ആരോപിച്ച് CPM പടന്ന ലോക്കൽ കമ്മിറ്റി നേതൃത്വത്തിൽ ചന്തേര പോലീസ് സ്റ്റേഷനിലേക്ക് നടത്തിയ മാർച്ച് CPM ചെറുവത്തൂർ ഏരിയ സെക്രട്ടറി K സുധാകരൻ ഉദ്ഘാടനം ചെയ്തു. കഴിഞ്ഞ അസംബ്ലി ഇലക്ഷന്റെ ഭാഗമായി അന്നത്തെ UDF സ്ഥാനാർത്ഥിയുടെ വാഹനം തടഞ്ഞു എന്നുള്ള കേസിൽ പ്രതികളായിട്ടുള്ള ആളുകൾ, അവിടെ ഒരു മറ്റൊരു കേസുമില്ല. 10-13 ചെറുപ്പക്കാരുടെ പേരിൽ കേസെടുക്കുകയാണ്. അതുപോലെ തന്നെ പഠനത്തിലെ കേസ് സൂചിപ്പിച്ചു. സമൻസ് കൈപ്പറ്റിയിട്ടില്ല, ഒളിച്ചു നടക്കുന്ന പ്രതിയാണ് എന്ന് ബോധപൂർവമായ പ്രതികളുണ്ടാക്കിയാണ്. ആളുകളെ ശല്യപ്പെടുത്തുന്നതിന് വേണ്ടി, ചില ആളുകളൊക്കെ ചില ക്രിമിനലുകളായ ഉപദ്രവത്തിന് വേണ്ടി അവരെ ബോധപൂർവ്വം കേസിൽ പ്രതിയാക്കുക എന്ന ലക്ഷ്യം ചില പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്തുണ്ടോ എന്നുള്ളത് ഞങ്ങൾ ഗൗരവമായി സംശയിക്കുകയാണ്.
എസ് രമണൻ അധ്യക്ഷത വഹിച്ചു. മാധവൻ മണിയറ, ടി.പി. കുഞ്ഞബ്ദുള്ള, പി.കെ. പവിത്രൻ, പി.സി. സുബൈദ, സി.വി. പ്രമീള, എം. സുമേഷ്, പി.വി. കൃഷ്ണൻ, എം. രാമചന്ദ്രൻ, എം. സുമേഷ് എന്നിവർ സംസാരിച്ചു. കാലിക്കടവ് ടൗണിൽ നിന്നും ആരംഭിച്ച മാർച്ചിൽ സ്ത്രീകൾ ഉൾപ്പെടെ നിരവധി പേർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. കാസർഗോഡ് ജില്ലാ ഫുട്ബോൾ അസോസിയേഷൻ നേതൃത്വത്തിൽ നടന്നുവരുന്ന ഫസ്റ്റ് ഡിവിഷൻ ഫുട്ബോൾ ലീഗ് മത്സരത്തിൽ തൃക്കരിപ്പൂർ ആക്മി ക്ലബ് സൗത്ത് സോൺ ജേതാക്കളായി. നടക്കാവ് രാജീവ് ഗാന്ധി സിന്തറ്റിക് ടർഫിൽ നടന്ന മത്സരത്തിൽ പടന്ന ഷൂട്ടേഴ്സ് യുണൈറ്റഡിനെ 1-3 ഗോളുകൾക്ക് തോൽപ്പിച്ചാണ് ആക്മി ക്ലബ് സൂപ്പർ ലീഗിലേക്ക് കുതിച്ചത്. പടന്ന ഷൂട്ടേഴ്സ് യുണൈറ്റഡ്, തൃക്കരിപ്പൂർ ആക്മി, മനീഷ തടിയൻകോവൽ, DFA തൃക്കരിപ്പൂർ, FC ഇളമ്പച്ചി എന്നീ 5 ടീമുകൾ ഉൾപ്പെട്ട സൗത്ത് സോണിൽ 4 കളികളും ജയിച്ച ആക്മി 12 പോയിന്റുകൾ നേടിയാണ് സൂപ്പർ ലീഗിലേക്ക് കടന്നത്. 1 ഗോൾ വഴങ്ങുകയും 13 ഗോൾ അടിക്കുകയും ചെയ്തു. അവസാന മത്സരത്തിൽ മികച്ച കളിക്കാരനായി ആക്മിയുടെ AG ഷിഹാബ് തെരഞ്ഞെടുക്കപ്പെട്ടു. നോർത്ത്, സെൻട്രൽ സോണുകളിൽ ജേതാക്കളാകുന്ന 2 ടീമുകളുമായി തൃക്കരിപ്പൂർ ആക്മി ക്ലബ്ബ് സൂപ്പർ ലീഗിൽ ഏറ്റുമുട്ടും. ഉറുമിസ്, തൃക്കരിപ്പൂർ. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. വിവിധ പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ അജ്മാൻ KMCC തൃക്കരിപ്പൂർ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ സഹകരണത്തോടെ MSF തൃക്കരിപ്പൂർ മണ്ഡലം കമ്മിറ്റി നേതൃത്വത്തിൽ അനുമോദിച്ചു. നടക്കാവ് ശ്രീലയം ഓഡിറ്റോറിയത്തിൽ നടന്ന യോഗം MSF സംസ്ഥാന പ്രസിഡന്റ് PK നവാസ് ഉദ്ഘാടനം ചെയ്തു. ഇന്നെന്ത് സംഭവിക്കുന്നതിനെ കുറിച്ച് ആലോചിക്കുക, ഇന്നെനിക്ക് എന്ത് ചെയ്യാൻ കഴിയുന്നതിനെ കുറിച്ച് ആലോചിക്കുക, ഇന്നിന്റെ പകൽ ഞാൻ എന്ത് ചെയ്തു തീർക്കുന്നതിനെ കുറിച്ച് ആലോചിക്കുക, അതിനെക്കുറിച്ച് മാത്രം പ്രവർത്തനം എഴുതാവുക എന്നത് മാത്രമാണ് പുതിയ കാലത്തിലെ വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ചെയ്യാനുള്ള ഏറ്റവും വലിയ മാർഗം എന്ന് പറയുന്നത്. നമുക്കറിയാം, ലോകത്തെ പ്രശസ്തമായ എഴുത്തുകാരൻ ബിക്കോസി പറഞ്ഞൊരു കാര്യമുണ്ട്. ബിക്കോസി പറഞ്ഞത്, ഞാൻ വിജയിക്കുമെന്ന് കരുതി, ആശങ്കപ്പെട്ട് വിജയിക്കുമെന്ന് കരുതി അതിന് മാർഗം തേടി പോകുമ്പോ ആരുടെയും പ്രശംസയ്ക്ക് കാത്തിരിക്കാറില്ല, ആരുടെയെങ്കിലും പ്രശംസയ്ക്ക് കാത്തിരിക്കാറില്ല. ഞാൻ കർമ്മം നിർവഹിക്കാൻ വേണ്ടി പോകുമ്പോ ആരെങ്കിലും ആശങ്കപ്പെടുത്തിയാൽ അവരുടെ ആശങ്കക്ക് ഞാൻ കാത്തിരിക്കാറില്ല. കാരണം ഇത് എന്റെ ജീവിതമാണ്. ഞാൻ വിജയിക്കണമെങ്കിൽ എന്റെ പ്രവർത്തനങ്ങളിലാണ് ഞാൻ ശ്രദ്ധിക്കേണ്ടത്. SSLC +2 പരീക്ഷകളിൽ മുഴുവൻ വിഷയങ്ങളിലും A+ നേടിയ നിയോജക മണ്ഡലത്തിലെ 400-ൽ പരം വിദ്യാർത്ഥി പ്രതിഭകളെയാണ് അനുമോദിച്ചത്. അജ്മാൻ KMCC മണ്ഡലം ഓർഗനൈസിംഗ് സെക്രട്ടറി അബ്ദുള്ള പടന്ന ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. അജ്മാൻ KMCC കാസർഗോഡ് ജില്ലാ പ്രസിഡന്റ് ഷാഫി മരപ്പനടുക്ക മുഖ്യാതിഥിയായിരുന്നു. ഹരിത സംസ്ഥാന കമ്മിറ്റി അംഗം ലബീബ് മുഹമ്മദ് ക്ലാസ് എടുത്തു. MSF മണ്ഡലം പ്രസിഡന്റ് മുഹമ്മദ് റാഹിൽ മൗക്കോട്, മുസ്ലിം ലീഗ് ജില്ലാ സെക്രട്ടറിമാരായ AGC ബഷീർ, TCA റഹ്മാൻ, മണ്ഡലം പ്രസിഡന്റ് PKC റൌഫ് ഹാജി, ജനറൽ സെക്രട്ടറി സത്താർ വടക്കുംപാട്, ട്രഷറർ ലത്തീഫ് നീലഗിരി, MSF സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ അസറുദ്ദീൻ മണിയനോടി, ജാബിർ തങ്കയം, KMCC മണ്ഡലം ട്രഷറർ ഫർസീൻ മുഹമ്മദ്, KM അബ്ദുറഹ്മാൻ, ഷംസീർ കോട്ടപ്പുറം, മമ്മി കക്കടത്ത്, ഹസൻ വടക്കുംപാട്, TP മുത്തലിബ്, മുഹമ്മദ് തെക്കേക്കാട്, സയ്യിദ് സൈഫുദ്ദീൻ തങ്ങൾ തുടങ്ങി നിരവധി പേർ സംസാരിച്ചു. ഉറുമിസ്, തൃക്കരിപ്പൂർ. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. പരീക്ഷാ വിജയികൾക്ക് വേറിട്ട രീതിയിൽ അനുമോദനമൊരുക്കി പാക്കം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ. ബിരുദദാന ചടങ്ങിന്റെ മാതൃകയിലാണ് വിദ്യാർത്ഥികൾക്ക് അനുമോദനം നൽകിയത്. പാക്കം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നും SSLC +2 NMMS LSS USS പരീക്ഷകളിൽ വിജയികളായ വിദ്യാർത്ഥികളെയാണ് ബിരുദദാന ചടങ്ങിന്റെ മാതൃകയിൽ അനുമോദിച്ചത്. SSLCക്ക് 19 മുഴുവൻ A+, +2വിന് 13 മുഴുവൻ A+, 3 NMMS, 8 LSS, 1 USS എന്നിങ്ങനെയാണ് വിജയനിര. കൂടാതെ +2വിന് 1197 മാർക്ക് വാങ്ങി C അനുജ സ്കൂളിന്റെയും ജില്ലയുടെയും അഭിമാന താരമായി മാറി. മുൻ PTA പ്രസിഡന്റ് പ്രഭാകരൻ ഏർപ്പെടുത്തിയ PB സുഹൈബ് എൻഡോമെന്റ് അനുജയ്ക്ക് ചടങ്ങിൽ വെച്ച് കൈമാറി. ഈ വിജയികളെയെല്ലാം ബിരുദദാന ചടങ്ങ് നടക്കുന്ന രീതിയിലാണ് അനുമോദിച്ചത്. ചരിത്രകാരൻ ഡോക്ടർ C ബാലൻ, ബേക്കൽ ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ K അരവിന്ദ, സ്കൂൾ പ്രിൻസിപ്പൽ P ശ്രീധരൻ, പ്രധാനാധ്യാപകൻ MP രാജേഷ്, PTA പ്രസിഡന്റ് P ദാമോദരൻ നായർ തുടങ്ങിയവർ കുട്ടികളെ അനുമോദിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. CITU സ്ഥാപക ദിനാചരണം കാഞ്ഞങ്ങാട് മുനിസിപ്പൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കുന്നുമ്മൽ ഗവൺമെന്റ് LP സ്കൂളും പരിസരവും ശുചീകരിച്ചു. CITU 54ാമത് സ്ഥാപക ദിനത്തിന്റെ ഭാഗമായി CITU കാഞ്ഞങ്ങാട് മുനിസിപ്പൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കുന്നുമ്മൽ ഗവൺമെന്റ് LP സ്കൂൾ ശുചീകരിച്ചു. ജില്ലാ സെക്രട്ടറി VV രമേശൻ ഉദ്ഘാടനം ചെയ്തു. മുനിസിപ്പൽ കമ്മിറ്റി പ്രസിഡന്റ് KT കുഞ്ഞിമുഹമ്മദ് അധ്യക്ഷത വഹിച്ചു. കാഞ്ഞങ്ങാട് ഏരിയ സെക്രട്ടറി KV രാഘവൻ, M രാഘവൻ, CH കുഞ്ഞമ്പു, സ്കൂൾ പ്രധാനാധ്യാപിക രജനി ടീച്ചർ എന്നിവർ സംസാരിച്ചു.
സ്കൂൾ രക്ഷാധികാരികൾ ബാലചന്ദ്രൻ, യേശുദാസ്, KV രതീഷ്, ബാലകൃഷ്ണൻ എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. മുനിസിപ്പൽ സെക്രട്ടറി AK ആൽബർട്ട് സ്വാഗതവും സ്കൂൾ PTA പ്രസിഡന്റ് M സേതു നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. കേരള സ്റ്റേറ്റ് റിസോഴ്സ് സെന്ററും യോഗ അസോസിയേഷനും സംയുക്തമായി സംഘടിപ്പിക്കുന്ന ഒരു വർഷ യോഗ ടീച്ചർ ട്രെയിനിംഗ് ഡിപ്ലോമ കോഴ്സിലേക്ക് അപേക്ഷകൾ ക്ഷണിച്ചു. ആഴ്ചയിലെ അവധി ദിവസങ്ങളിൽ തൃക്കരിപ്പൂർ ചേതന യോഗ സെന്ററിലും കാഞ്ഞങ്ങാട് നെഹ്റു കോളേജ് ക്യാമ്പസിലുമാണ് ക്ലാസ് നടക്കുക. കേരള സ്റ്റേറ്റ് റിസോഴ്സ് സെന്ററും യോഗ അസോസിയേഷനും സംയുക്തമായി സംഘടിപ്പിക്കുന്ന ഒരു വർഷ യോഗ ടീച്ചർ ട്രെയിനിംഗ് ഡിപ്ലോമ കോഴ്സിലേക്ക് അപേക്ഷകൾ ക്ഷണിച്ചു. ആഴ്ചയിലെ അവധി ദിവസങ്ങളിൽ തൃക്കരിപ്പൂർ ചേതന യോഗ സെന്ററിലും കാഞ്ഞങ്ങാട് നെഹ്റു കോളേജ് ക്യാമ്പസിലുമാണ് ക്ലാസ്. +2 ആണ് അടിസ്ഥാന വിദ്യാഭ്യാസ യോഗ്യത. ഉയർന്ന പ്രായപരിധിയില്ല. സർക്കാർ അംഗീകരിച്ച DYT കോഴ്സിലേക്ക് അപേക്ഷിക്കാൻ 9495654737 എന്ന നമ്പറിലേക്കോ 9847563289 എന്ന നമ്പറിലേക്കോ ബന്ധപ്പെടാവുന്നതാണ്. അല്ലെങ്കിൽ www.srcec.in എന്ന ഓൺലൈൻ പോർട്ടലിലേക്കോ തൃക്കരിപ്പൂർ ചേതന യോഗ സെന്ററിൽ നേരിട്ടോ അപേക്ഷിക്കാവുന്നതാണ്. ജൂൺ 30 ആണ് അപേക്ഷകൾ സ്വീകരിക്കുന്ന അവസാന തീയതി. കാഞ്ഞങ്ങാട് പ്രസ് ഫോറത്തിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ യോഗ അസോസിയേഷൻ കാസർഗോഡ് ജില്ലാ പ്രസിഡന്റ് PP സുകുമാരൻ, സെക്രട്ടറി B അശോകരാജ്, കോഴ്സ് കോർഡിനേറ്റർ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പടന്നക്കാട്ടെ ബാലികാ പീഡന കേസ്. കമ്മൽ വിൽപ്പന നടത്തിയ ജ്വല്ലറിയിൽ പ്രതി സലീമിനെ എത്തിച്ച് തെളിവെടുപ്പ് നടത്തി. ജ്വല്ലറി ഉടമ പ്രതിയെ തിരിച്ചറിഞ്ഞു. ജില്ലയിലെ വിവിധ ഉപജില്ലകളിൽ സ്കൂൾ സുരക്ഷാ പരിശോധനകൾ അവസാന ഘട്ടത്തിൽ. നേതൃത്വം വഹിക്കുന്നത് വിവിധ വകുപ്പുകളിലെ ഉദ്യോഗസ്ഥർ ഉൾപ്പെടുന്ന ടീം. കാസർഗോഡ് ഉജാറിൽ സെപ്റ്റിക് ടാങ്കിൽ കാട്ടുപന്നി വീണു. രക്ഷിച്ചത് മണിക്കൂറുകൾ നീണ്ട രക്ഷാപ്രവർത്തനത്തിനൊടുവിൽ. കുമ്പളങ്ങ കൃഷിയിൽ വൻ വിജയവുമായി ആദൂരിലെ കർഷകൻ രഘുറാം റായ്. 6 ടൺ കുമ്പളമാണ് ഇത്തവണ വിളവെടുത്തത്. യുവതിയെ മംഗളൂരുവിലെ ഹോട്ടലിൽ വെച്ച് പലതവണ പീഡനത്തിനിരയാക്കിയതായി പരാതി. കാഞ്ഞങ്ങാട്ടെ ജിം പരിശീലകൻ അറസ്റ്റിൽ. ദളിത് കോൺഗ്രസ് ജില്ലാ കമ്മിറ്റി DDE ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി. DCC പ്രസിഡന്റ് PK ഫൈസൽ ഉദ്ഘാടനം ചെയ്തു. ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നമസ്കാരം.